എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം കായലാണ് കേട്ടോ. അതിന് പടിഞ്ഞാറ് മാത്രമല്ല, വടക്ക് ഭാഗം കായൽ തന്നെയാണ്. അപ്പോൾ ആ ഭാഗത്ത് ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത് എന്തോ ഒരു പ്രോജക്റ്റൊക്കെ ചെയ്തിട്ട് അത് പരാജയപ്പെട്ടപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു മരത്തിൻ്റെ കഷ്ണം കിട്ടി. അപ്പോൾ അത് ഒന്ന് വേറെ രീതിയിൽ പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തത്. അപ്പോൾ ഞാൻ എപ്പോഴും ഗാർഡനിങ് ചെയ്യുമ്പോൾ നേരെ ചട്ടിൽ വെക്കാതെ അതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് വെച്ച് നോക്കാമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിന് വാങ്ങിയത് അരാലിയ എന്ന് പറഞ്ഞിട്ടുള്ള അരാലിയ എന്നോ എന്തോ പറയുന്ന പേരിലുള്ള ഒരു ആ കുടുംബത്തിൽപ്പെട്ട ഒരു തൈയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ സ്ക്രൂ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ സിമെൻറ്റും മണലും ഉപയോഗിച്ച് ഉറപ്പിക്കുമ്പോൾ അതിനൊരു ഗ്രിപ്പ് കിട്ടാനായിട്ടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ സിമെൻറ്റ് മിക്സ് ചെയ്യാനൊക്കെ നമ്മൾ പെട്ടെന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കിയതാണ്. പിന്നെ ഇത് സിമെൻറ്റൊക്കെ മിക്സ് ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ള മാർഗ്ഗം. ചെറിയ ചെറിയ പ്രോജക്റ്റിലേക്കൊക്കെ നമുക്ക് ഒരു ഇതുപോലെ ഒരു കവറിലിട്ടിട്ട് അപ്പോൾ നമ്മൾ കയ്യിൻ്റെ മേലൊന്നും ആക്കാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് നല്ല എളുപ്പമുള്ളൊരു മാർഗ്ഗം. ഇങ്ങനെ ചെറിയ ചെറിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ചട്ടിയും അതൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നതിനേക്കാൾ വളരെ സുഖമായിട്ട് നമുക്ക് ഇപ്പോൾ സിമെൻറ്റൊക്കെ അങ്ങനെ അത്യാവശ്യം കൂട്ടിയെടുക്കാനൊക്കെ നല്ല എളുപ്പമുള്ളതാണ്. അതിൻ്റെ ഒരു ഓട്ട ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചതാണ്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കതിന് സാമ്പത്തികമായിട്ടുള്ള ചിലവുകളൊന്നും അങ്ങനെ കാര്യമായിട്ട് വരില്ല. ഇത് ഞാനിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ആണി നമ്മൾ അതിൻ്റെ മേലെ ഡയറക്റ്റ് അടിക്കല്ല കേട്ടോ. അതിൻ്റെ രണ്ട് വശങ്ങളിലും അടിച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കണം. അപ്പോൾ അതൊന്നിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കാനായിട്ട്. ഇത് ശരിക്കും ഇൻറ്റീരിയർ പ്ലാന്റ് അല്ല, പുറത്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ തന്നെ വെച്ചിട്ടുള്ളത് കുറച്ചൊരു വെയിൽ കിട്ടുന്ന ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. നല്ല വെയിൽ വേണം ഈ ചെടിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലും അതിനെക്കുറിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിന് ശരിക്കും പറ്റിയ മരം ഇതല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇത് വെച്ചതാണ്. ഫിക്കസ് പോലുള്ള മരങ്ങളൊക്കെ ഒന്നും കൂടി നന്നാവും അതിൽ. പിന്നെ അതിൽ ഞാനിപ്പോൾ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചകിരിച്ചോറൊക്കെ ചേർന്നിട്ടുള്ള മണ്ണ് അവിടെ ഉണ്ടായിരുന്നത് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ ഇത് കുറച്ച് കാലം വെയിലത്തൊക്കെ വെച്ചിട്ട് വല്ലപ്പോഴൊക്കെ നിർത്തിട്ട് വല്ലാതെ ഉണക്കൊക്കെ വരുന്ന സമയത്ത് മാത്രം തണലിലേക്ക് എടുത്ത് വെക്കും.